ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ടോപ്പിക്ക് സെക്ഷൻ 5.4 സിംഗിൾട്ടൺ ബൗണ്ട് ആൻഡ് MDS കോഡ്സ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് സിംഗിൾട്ടൺ ബൗണ്ട് എന്ന് നോക്കാം. സിംഗിൾട്ടൺ ബൗണ്ട് ഗീവ്സ് ആൻ അപ്പർ ബൗണ്ട് ഫോർ AQ ഓഫ് ND. ഇനി എന്താണ് AQ ഓഫ് ND? നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. AQ ഓഫ് ND എന്ന് പറഞ്ഞാൽ ലെങ്ത് എന്നും ഡി ഡിസ്റ്റൻസും വരുന്ന എല്ലാ പോസിബിൾ കോഡ്സും നോക്കുക. അതിൽ ഏറ്റവും മാക്സിമം സൈസ് വരുന്ന കോഡ് എടുക്കുക. ആ മാക്സിമം സൈസിനെയാണ് നമ്മൾ AQ ഓഫ് ND എന്ന് പറയുന്നത്, എന്ന് ഡിനോട്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ എന്താണ് സിംഗിൾട്ടൺ ബൗണ്ട് എന്ന് നോക്കുക. ഫോർ എനി ഇൻഡിജർ Q ഗ്രേറ്റർ ദാൻ 1. അപ്പൊ Q is any integer greater than 1 ആണ്. ഇനി എന്നും ഡിയും ഇൻഡിജേഴ്സ് ആണ്, സച്ച് ദാറ്റ് ഈ റിലേഷൻ ഹോൾഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ AQ ഓഫ് ND ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q റൈസ് ടു N മൈനസ് D പ്ലസ് 1. ഇതാണ് നമ്മുടെ സിംഗിൾട്ടൺ ബൗണ്ട് പറയുന്നത്. Q റൈസ് ടു അപ്പർ ബൗണ്ട് എന്താണ്? AQ ഓഫ് ND അപ്പർ ബൗണ്ട് Q റൈസ് ടു N മൈനസ് D പ്ലസ് 1. ഇനി ഒരു റിസൾട്ടും കൂടെ ഇതിന്റെ കൂടെ പ്രൂവ് ചെയ്യാനുണ്ട്. വെൻ Q is a prime power, then the parameters NKD of any linear code over FQ satisfy K plus D is less than or equal to N plus 1. അതായത് Q ഒരു പ്രൈം പവർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദിസ് inequality holds for a linear code. അത് ഓർത്തു വെച്ചോണം. ഏതൊരു ലീനിയർ കോഡ് എടുത്താലും കെ എന്ന് പറയുന്ന ഡയമെൻഷൻ പ്ലസ് ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെങ്ത് പ്ലസ് 1. ഇത്രയാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പം അതിൽ സിംഗിൾട്ടൺ ബൗണ്ട് ആ ഫസ്റ്റ് ഇനീക്വാളിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി വി ആർ കൺസിഡറിങ് ആൻ NMD കോഡ്. NMD കോഡ് ഓവർ ആൻ ആൽഫബറ്റ് ഓഫ് സൈസ് Q, അതായത് ഒരു ക്യൂറി NMD കോഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, സച്ച് ദാറ്റ് M ഈക്വൽ ടു AQ ഓഫ് ND. അതായത് സൈസ് ഓഫ് ദ കോഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആണ്. അങ്ങനെയുള്ള കോഡിനെ നമ്മൾ ഒപ്റ്റിമൽ കോഡ് എന്ന് പറയാറുണ്ട്, അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത കോഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്യൂറി ഒപ്റ്റിമൽ കോഡാണ്. ഇനി ഈ കോഡിന്റെ ലാസ്റ്റത്തെ D-1 കോർഡിനേറ്റ്സ് ഡിലീറ്റ് ചെയ്യുക. അതായത് സിയിലുള്ള എല്ലാ കോഡ് വേർഡ്സിൽ നിന്നും ലാസ്റ്റ് D-1 കോർഡിനേറ്റ്സ് ഡിലീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഓരോ കോഡിനും ഇപ്പം എത്ര കോഡ് വേർഡ്സ്, പുതിയൊരു കോഡ് ഞാൻ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. പുതിയൊരു കോഡ് ഞാൻ കൺസ്ട്രക്ട് ചെയ്തതാണ്. എങ്ങനെയാണ് ചെയ്തത്? സിയിലുള്ള ഓരോ കോഡ് വേർഡിൽ നിന്നും ലാസ്റ്റത്തെ D-1 കോർഡിനേറ്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഞാൻ പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്ത കോഡ് വേർഡിന് എത്ര ലെങ്ത് കാണും? D-1 കളഞ്ഞു. ടോട്ടൽ ലെങ്ത് N ആയിരുന്നു. സോ N മൈനസ് ഓഫ് D-1. ഇതാണ് പുതിയ ലെങ്ത്, അല്ലേ? ദാറ്റ് ഈസ് N മൈനസ് D പ്ലസ് 1. ഈ ലെങ്ത് ഉള്ള കോഡ് വേർഡ്സ് ആണ് ഞാൻ പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്തത്. സിൻസ് ഡിസ്റ്റൻസ് ഇനി നമ്മൾ ഓൾറെഡി സിയിലുള്ള ഏത് രണ്ട് കോഡ് വേർഡ് എടുത്താലും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു D ആയിരിക്കണം, അല്ലെ? ഡിയോ അതിൽ കൂടുതലോ ആയിരിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്ത വേർഡ്സിന്റെ ലെങ്ത് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? N മൈനസ് D പ്ലസ് 1. ഇവര് ഏതെങ്കിലും സെയിം ആവാൻ ചാൻസ് ഉണ്ടോ? എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. കാരണം സെയിം ആയി കഴിഞ്ഞാൽ അവര് ആ രണ്ട് വേർഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു D-1 ആവും. ഓക്കെ, അതായത് ഞാനിപ്പോൾ പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ ചെയ്തത് സിയിലുള്ള ഏതെങ്കിലും രണ്ട് പെയർ ഓഫ് കോഡ് വേർഡ്സ് എടുക്കുക.
എല്ലാ കോഡ് വേർഡ്സിന്റെയും ലാസ്റ്റത്തെ D-1 കോർഡിനേറ്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഏത് 2 കോഡ് വേർഡ്സ് എടുത്താലും ഇപ്പൊ പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്ത കോഡ് വേർഡ്സിൽ ആ ലാസ്റ്റത്തെ D-1 കോർഡിനേറ്റ്സ് ഇല്ല. അപ്പൊ പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്ത കോഡ് വേർഡ്സ് ഏതെങ്കിലും രണ്ടെണ്ണം സെയിം ആവാൻ പറ്റുമോ? സെയിം ആയി കഴിഞ്ഞാൽ ആ 2 കോഡ് വേർഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു D-1 ആവും അല്ലെ. പക്ഷെ നമ്മൾ ഓൾറെഡി കോഡ് സിയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D ആണ്, അതായത് മിനിമം ഡിസ്റ്റൻസ് D ആണ്. അപ്പൊ അതൊരു പ്രശ്നമാവും. അപ്പൊ ഒരിക്കലും സെയിം ആവാൻ പറ്റില്ല. പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്ത കോഡ് വേർഡ്സ് ഒരിക്കലും സെയിം ആവാൻ പറ്റില്ല. സോ ദേ ആർ ഓൾ ഡിസ്റ്റിങ്ക്ട്. എല്ലാവരും ഡിഫറെന്റ് കോഡ് വേർഡ്സ് തന്നെയാണ് പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്തത്. ഓക്കെ, അപ്പം പുതുതായിട്ട് ഞാൻ കൺസ്ട്രക്ട് ചെയ്ത ആ കോഡിനെ ഞാൻ C' എന്നാണ് ഡിനോട്ട് ചെയ്തത്. സപ്പോസ് അതായത് ലെറ്റ് C' ഇസ് ഈക്വൽ ടു, ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, C1 എക്സെട്ര Cn-d+1 such that C1 എക്സെട്ര Cn-d+1 എക്സെട്ര Cn belongs to C. ഓക്കെ, ഇതാണ് ഞാൻ പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്ത കോഡ് C' എന്ന് പറയുന്നത്. C' എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്ത? സിയിലുള്ള കോഡ്സ് എടുക്കുക, ആ കോഡ്സിന്റെ ലാസ്റ്റത്തെ D-1 കോർഡിനേറ്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പം ഈ C' ഓരോ കോഡ് വേർഡിന്റെയും ലെങ്ത് n-d+1 ആണെന്ന് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു ഈ C' ഓരോ കോഡ് വേർഡ്സും ഡിസ്റ്റിങ്ക്ട് ആണ്. സോ അതുകൊണ്ട് തന്നെ സൈസ് ഓഫ് C' എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? M തന്നെയാണ് അല്ലെ. സൈസ് ഓഫ് C തന്നെയാണ്. സിയുടെ സൈസ് എന്ന് പറയുന്നത് M ആണ്. M എന്ന് പറയുന്നത് AQ(ND) ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി പക്ഷേ n-d+1 ലെങ്ത് ഉള്ള എത്ര വേർഡ്സ് പോസിബിൾ ആണ്? ഓവർ A ആണ്. എയുടെ സൈസ് Q ആണ്. എത്ര വേർഡ്സ് പോസിബിൾ ആണ്? Q⁻n-d+1 ആണ്. ഓക്കെ, ദിസ് ഈസ് ദ ഇത്രയാണ് പോസിബിൾ വേർഡ്സ്. സോ അപ്പം C' സൈസ് M ആണ് അല്ലെ. M ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q⁻n-d+1. ക്ലിയർ ആയോ? സോ അപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞു AQ(ND) ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q⁻n-d+1. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൂഫ് ഒന്നും കൂടെ ഒന്ന് ബ്രീഫ് ചെയ്യാം. ആദ്യം നമ്മൾ ഒരു ഒപ്റ്റിമൽ കോഡ്, അതായത് സൈസ് ഓഫ് ദ കോഡ് AQ(ND) ആയിട്ടുള്ള ഒരു കോഡ് C എടുത്തു. ഇനി ആ സിയിൽ നിന്ന് ഞാൻ വേറൊരു C' എന്ന് പറയുന്ന കോഡ് കൺസ്ട്രക്ട് ചെയ്യാണ്. സച്ച് ദാറ്റ് സിയിലുള്ള ഓരോ കോഡ് വേർഡിന്റെയും ലാസ്റ്റ് D-1 കോർഡിനേറ്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പൊ ഇപ്പൊ കിട്ടിയ പുതിയ C' എന്ന് പറയുന്ന കൺസ്ട്രക്ട് ചെയ്ത പുതിയ കോഡില് ഏത് 2 കോഡ് വേർഡ്സ് എടുത്താലും അവര് ഡിഫറെന്റ് തന്നെ ആയിരിക്കും. ഡിഫറെന്റ് ആയതുകൊണ്ട് C' സൈസും സിയുടെ സൈസും സെയിം ആണ്. നമ്പർ ഓഫ് കോഡ് വേർഡ്സ് സെയിം തന്നെയാണ്. സോ അപ്പം സൈസ് ഓഫ് C' M ആണ്. പക്ഷേ n-d+1 ലെങ്ത് ഉള്ള കോഡ് വേർഡ്സ് ആണല്ലോ C' ഉള്ളത്. പക്ഷെ n-d+1 ലെങ്ത് ഉള്ള കോഡ് വേർഡ്സിന്റെ മാക്സിമം നമ്പർ എന്ന് പറഞ്ഞാൽ Q⁻n-d+1 ആണ്. ദാറ്റ് ഈസ് M ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q⁻n-d+1. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്ന AQ(ND) ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q⁻n-d+1. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തു. ഇനി അടുത്ത പ്രൂവ് ചെയ്യാനുള്ളത് C ഒരു NKD ലീനിയർ കോഡാണ്. ലീനിയർ എന്നുള്ള കാര്യം ഓർത്ത് വെച്ച് നോട്ട് ചെയ്തോണം. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് K+D ലെസ് ദാൻ ഓർ ഈക്വൽ ടു N+1. അത് 2 രീതിയിൽ പ്രൂവ് ചെയ്യാം. ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതി പഠിച്ചു വെച്ചാൽ മതി. സപ്പോസ് സിയുടെ പാരിറ്റി ചെക്ക് മെട്രിക്സിനെ ഞാൻ H എന്ന് ഡിനോട്ട് ചെയ്തു. ഓക്കെ, ആൻഡ് അങ്ങനെയാണെങ്കിൽ എച്ചിന്റെ റാങ്ക് എത്രയാണ്, എച്ചിന്റെ റോ റാങ്ക് എത്രയാണ്
n-k ആണ്. കാരണം n-k നമ്മൾ പാരിറ്റി ചെക്ക് മെട്രിക്സിന്റെ ഡെഫിനേഷൻ വെച്ചാണ് എച്ചിന്റെ റോ റാങ്ക്, അതായത് എച്ചിന്റെ റോസ് എല്ലാം ഇൻഡിപെൻഡന്റ് ആയിരിക്കും. എച്ചിന് എത്ര റോസ് ഉണ്ട്? n-k റോസ് ഉണ്ട്. സോ റോ റാങ്ക് ഓഫ് എച്ച് ഈസ് n-k ആണ്. പക്ഷെ റോ റാങ്കും റാങ്ക് ഓഫ് എച്ചും സെയിം ആണ്. ദാറ്റ് ഈസ് എച്ചിന്റെ റാങ്ക് n-k ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് റാങ്ക് ഓഫ് എച്ച് n-k ആണ്. അതുകൊണ്ട് തന്നെ കോളം റാങ്ക് ഓഫ് എച്ച് എന്ന് പറയുന്നത് n-k ആണ്. കോളം റാങ്ക് ഓഫ് എച്ച് എന്ന് പറയുന്നതും n-k ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എച്ചിന്റെ n-k+1 കോളംസ്, എച്ചിന്റെ ഏത് n-k+1 കോളംസ് എടുത്താലും അത് ലീനിയർലി ഡിപ്പെൻഡന്റ് ആവും. കാരണം കോളം റാങ്ക് n-k ആണ്. സോ n-k കോളംസ് എടുത്താലേ ഇൻഡിപെൻഡന്റ് ആവത്തുള്ളൂ. അതിൽ കൂടുതൽ കോളംസ് എത്ര എടുത്താലും അത് ഡിപ്പെൻഡന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇൻ പർട്ടിക്കുലർ പറയാം എനി n-k+1 കോളംസ് ഓഫ് എച്ച് ആർ ലീനിയർലി ഡിപ്പെൻഡന്റ്. പിന്നെ നമ്മളൊരു തിയറം ഓൾറെഡി ചെയ്തിട്ടുണ്ട്, പല പ്രാവശ്യം മെൻഷൻ ചെയ്തതാണ്. എ ലീനിയർ കോഡ് C has distance less than or equal to D if and only if the parity check matrix of C has D columns that are linearly dependent. അപ്പൊ അതിൽ നിന്ന് ഈ റിസൾട്ട് യൂസ് ചെയ്ത് നമുക്ക് പറയാം, നമുക്കിപ്പോ കിട്ടിയത് ഏത് n-k+1 കോളംസ് എടുത്താലും ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെന്ന് കിട്ടി. അപ്പം ഈ റിസൾട്ട് യൂസ് ചെയ്ത് നമുക്ക് പറയാം സിയുടെ ഡിസ്റ്റൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-k+1 ആണെന്ന് പറയാം. ഇത് തന്നെയായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, d+k ലെസ് ദാൻ ഓർ ഈക്വൽ ടു n+1. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പ്രൂവ് ചെയ്യാവുന്നത്, നമുക്ക് ഇതറിയാം AQ of ND ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു q⁻k. എങ്ങനെയാണെന്ന് റീസൺ പറഞ്ഞേ. AQ of ND ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു q⁻k വളരെ സിമ്പിൾ ആണ്. NKD കോഡ് ഉണ്ട്, ലീനിയർ കോഡ്, NKD ലീനിയർ കോഡ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ ലീനിയർ കോഡിന്റെ ഡയമെൻഷൻ എത്ര? q⁻k അല്ലേ? അപ്പം AQ എന്ന് പറഞ്ഞാൽ ലീനിയർ അല്ലാത്ത കോഡുകളും വരും. അപ്പൊ അതിൽ മാക്സിമം സൈസ് ആണ് AQ of ND എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ AQ of ND ഒന്നുകിൽ q⁻k യോട് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ വലുതായിരിക്കും. കാരണം മാക്സിമം എന്ന് പറയുന്നതല്ലേ AQ. ഓക്കെ, അപ്പൊ അതായത് q⁻k ലെസ് ദാൻ ഓർ ഈക്വൽ ടു AQ of ND എന്ന് കിട്ടി. എഗെയിൻ നമ്മൾ ഓൾറെഡി ഈ തിയറത്തിന്റെ ഫസ്റ്റ് ഹാഫ് സിംഗിൾട്ടൺ ബൗണ്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. AQ of NDയുടെ ബൗണ്ട് പറഞ്ഞിട്ടുണ്ട് q⁻n-d+1. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ ഞാൻ കമ്പൈൻ ചെയ്തു. q⁻k ലെസ് ദാൻ ഓർ ഈക്വൽ ടു q⁻n-d+1 എന്ന് പറഞ്ഞു കിട്ടി. ഓക്കെ, ഇവിടെ ഒരു അതായത് കമ്പൈനിങ് ബോത്ത് വി ഗെറ്റ് ഒരു സെന്റൻസ്, ഒരു ലൈനും കൂടെ എഴുതണം. q⁻k ലെസ് ദാൻ ഓർ ഈക്വൽ ടു q⁻n-d+1. ഈ ഒരു സ്റ്റെപ്പും കൂടെ എഴുതണം. വിച്ച് ഇംപ്ലൈസ് k ലെസ് ദാൻ ഓർ പവേഴ്സ് ബേസ് സെയിം അല്ലേ? അപ്പൊ നമുക്ക് പവേഴ്സിന്റെ കറസ്പോണ്ടിങ് ഇനീക്വാളിറ്റി ഹോൾഡ് ചെയ്യുന്നതായിട്ട് പറയാം. അതായത് k ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-d+1. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് k + d ലെസ് ദാൻ ഓർ ഈക്വൽ ടു n+1. അപ്പൊ ഇങ്ങനെ പ്രൂവ് ചെയ്താലും മതി. ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അതങ്ങ് ചെയ്താൽ മതി. എനിക്കൊന്ന് രണ്ടാമത്തെയാണ് എളുപ്പം എന്ന് തോന്നുന്നു അല്ലെ. ഇനി നമ്മൾ പുതിയൊരു ടൈപ്പ് MDS കോഡിന്റെ ഫുൾ ഫോം മാക്സിമം ഡിസ്റ്റൻസ് സെപ്പറബിൾ കോഡ്. MDS മാക്സിമം ഡിസ്റ്റൻസ് സെപ്പറബിൾ കോഡ് എന്താണെന്ന് പറയാൻ പോവാണ്. അതായത് അതൊരു ലീനിയർ കോഡാണ്. MDS കോഡുകളെല്ലാം ലീനിയർ കോഡ്സ് ആണ്. സച്ച് ദാറ്റ് അതിന്റെ പാരാമീറ്റേഴ്സ് NKD പാരാമീറ്റേഴ്സ് ആണ് അല്ലെ. ഈ ഇക്വേഷൻ ഹോൾഡ് ചെയ്യണം. അതായത് നമ്മൾ സിംഗിൾട്ടൺ ബൗണ്ടിൽ പറഞ്ഞ ആ ഇക്വാളിറ്റി ആവുമ്പോഴാണ്, k + d ഈക്വൽ ടു n+1 ആകുമ്പോഴാണ് ആ ലീനിയർ കോഡിനെ നമ്മൾ MDS കോഡ് എന്ന് പറയുന്നത്, മാക്സിമം ഡിസ്റ്റൻസ് സെപ്പറബിൾ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആ പേര് വളരെ കറക്റ്റ് ആണ്. പേര് പോലെ തന്നെ d ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-k+1 ആണ്. d ഈക്വൽ ടു n-k+1 എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്റ്റൻസ് ആണ് അല്ലെ. അപ്പൊ ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസ് വരുന്ന ആ കോഡിനെയാണ് നമ്മൾ MDS കോഡ് എന്ന് പറയുന്നത്. ഇനി ഏതൊരു ക്യൂറി കോഡ് എടുത്താലും
ആർ ഓഫ് സി ഓർമ്മയുണ്ടോ? നമ്മുടെ ഇൻഫർമേഷൻ റേറ്റ് ആർ ഓഫ് സി പ്ലസ് ഡെൽറ്റ ഓഫ് സി എന്താണ്? നമ്മുടെ റിലേറ്റീവ് ഡിസ്റ്റൻസ് അല്ലെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഒരു ചെറിയൊരു പ്രോബ്ലം ആണ്. എങ്ങനെ പ്രൂവ് ചെയ്യാം? ഓക്കെ, അപ്പൊ അതിനു മുമ്പേ ആദ്യം നിങ്ങൾ ആർ ഓഫ് സി എന്താണ്, ഇൻഫർമേഷൻ റേറ്റ് ആർ ഓഫ് സി ഇസ് ഈക്വൽ ടു ലോഗ് എം ടു ദ ബേസ് ക്യൂ ഡിവൈഡഡ് ബൈ എൻ. ഇനി ഒരു ലീനിയർ കോഡിന്റെ കേസിൽ എം എന്താണ്? ക്യൂ റൈസ് ടു കെ ആണ്. അപ്പം ക്യൂ റൈസ് ടു കെയുടെ ലോഗരിതം ടു ദ ബേസ് ക്യൂ എടുക്കുമ്പോൾ എന്ത് വരും? ആ പവർ വരും അല്ലെ, കെ. അപ്പൊ കെ ബൈ എൻ ആണ്. അപ്പൊ ഇവിടെ ആർ ഓഫ് സി ഈക്വൽ ടു കെ ബൈ എൻ ആണ്. ഇനി റിലേറ്റീവ് ഡിസ്റ്റൻസ് ഡെഫിനിഷൻ ഇതാണ്, ഡി മൈനസ് 1 ബൈ എൻ. ഓക്കെ, അപ്പൊ അത് ഓർത്തു വയ്ക്കുക. അപ്പൊ ഞാന് പുതിയ സിംഗിൾട്ടൺ ബൗണ്ട് യൂസ് ചെയ്താൽ, യൂസിങ് സിംഗിൾട്ടൺ ബൗണ്ട് ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത സിംഗിൾട്ടൺ ബൗണ്ട് എന്താ പറയുന്നത്? കെ പ്ലസ് ഡി. ഞാൻ ആ 1നെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നു. അപ്പൊ കെ പ്ലസ് ഡി മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണ്. ഞാൻ റൈറ്റിലുള്ള എന്നിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഡിവൈഡ് ചെയ്യണം ത്രൂ ഔട്ട്. സോ അപ്പൊ നമുക്ക് കെ ബൈ എൻ പ്ലസ് ഡി മൈനസ് 1 ബൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 കിട്ടും. ഈ കെ ബൈ എൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫർമേഷൻ റേറ്റ് ആണ്. ഡി മൈനസ് 1 ബൈ എൻ എന്ന് പറയുന്നത് നമ്മുടെ റിലേറ്റീവ് ഡിസ്റ്റൻസ് ഡെൽറ്റ ഓഫ് സി ആണ്. അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയത് ആർ ഓഫ് സി പ്ലസ് ഡെൽറ്റ ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. സിമ്പിൾ ആപ്ലിക്കേഷൻ ഓഫ് ദ സിംഗിൾട്ടൺ ബൗണ്ട് ആണ്. അപ്പൊ എപ്പോഴും ഓർത്തു വെച്ചോണം, ഒരു ലീനിയർ കോഡിന്റെ ഇൻഫർമേഷൻ റേറ്റ് പ്ലസ് റിലേറ്റീവ് ഡിസ്റ്റൻസ്, അതായത് ഇൻഫർമേഷൻ റേറ്റിന്റെയും റിലേറ്റീവ് ഡിസ്റ്റൻസിന്റെ സമ്മ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. അതെല്ലാവർക്കും ഓർത്തിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു MDS കോഡിനെ നമുക്കൊരു MDS കോഡിന്റെ ഡെഫിനിഷൻ വേണമെങ്കിൽ ഒന്ന് ഇങ്ങനെയും നമുക്ക് പറയാം. ലീനിയർ കോഡ് സി ഈസ് MDS ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്തായിരിക്കും? ഇനീക്വാളിറ്റി മാറി ഇക്വാളിറ്റി ആവും അല്ലെ. ആർ ഓഫ് സി പ്ലസ് ഡെൽറ്റ ഓഫ് സി ഈക്വൽ ടു 1 ആയിരിക്കണം. അപ്പൊ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. പ്രൂവ് ദാറ്റ് എ ലീനിയർ കോഡ് ഈസ് MDS ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇൻഫർമേഷൻ റേറ്റ്, സം ഓഫ് ഇൻഫർമേഷൻ റേറ്റ് ആൻഡ് റിലേറ്റീവ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 1. അപ്പൊ നേരത്തെ പറഞ്ഞിരിക്കുന്ന സെയിം പ്രൂഫ് തന്നെയാണ്, തന്നെ ഒന്ന് പ്രൂവ് ചെയ്യുക. ഇനി MDS കോഡ്സിന്റെ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടന്റ് ആണ്, ഇത് നമുക്ക് നോക്കാം. സപ്പോസ് സി എന്ന് പറയുന്നത് ഒരു ലീനിയർ കോഡ് വിത്ത് പാരാമീറ്റേഴ്സ് NKD ഓവർ FQ ആണ്. അതൊരു ക്യൂവറി NKD ലീനിയർ കോഡാണ് സി. ഓക്കെ, ഇനി സിയുടെ ജനറേറ്റർ മെട്രിക്സിനെ ഞാൻ G എന്ന് ഡിനോട്ട് ചെയ്തു, പാരിറ്റി ചെക്ക് മെട്രിക്സിനെ H എന്ന് ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഈ 4 സ്റ്റേറ്റ്മെന്റ്സും ഈക്വലന്റ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഈക്വലന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒന്ന് ശരിയായാൽ എല്ലാം ശരിയാവും, ഏതെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ ബാക്കിയുള്ളതെല്ലാം തെറ്റായിരിക്കും. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സി ഈസ് ആൻ MDS കോഡ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് H എന്ന് പറയുന്നത് പാരിറ്റി ചെക്ക് മെട്രിക്സ് ഓഫ് സിയുടെ ഏത് N-K കോളംസ് എടുത്താലും അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സിയുടെ ജനറേറ്റർ മെട്രിക്സിന്റെ ഏത് K കോളംസ് എടുത്താലും അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് സി പെർപ്പ് ഈസ് ആൻ MDS കോഡ്. ഓക്കെ, അപ്പൊ സി MDS ആണെങ്കിൽ സി പെർപ്പ് MDS ആണ്. അതുപോലെ സിയുടെ പാരിറ്റി ചെക്ക് മെട്രിക്സിന്റെ N-K കോളംസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ജനറേറ്റർ മെട്രിക്സിന്റെ K കോളംസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഇത്രയാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ആദ്യം നമ്മൾ 1 if and only if 2 എന്ന് പ്രൂവ് ചെയ്യും. ദെൻ 3 if and only if 4 എന്ന് പ്രൂവ് ചെയ്യും. ദെൻ 1 if and only if 4 എന്ന് പ്രൂവ് ചെയ്യും. ഇത്രയും പ്രൂവ് ചെയ്താൽ നമുക്ക് ഈ 4 സ്റ്റേറ്റ്മെന്റ്സും ഈക്വലന്റ് ആണെന്ന് കിട്ടും. ഒന്നിൽ നിന്ന് മറ്റൊന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് കിട്ടും. ഓക്കെ, ഫോർ എക്സാമ്പിൾ 1ൽ നിന്ന് 1 ശരിയാണെങ്കിൽ 3 ശരിയാണെന്ന് എങ്ങനെ കിട്ടും? 1 ശരിയാണെങ്കിൽ 2 ശരിയാണ്. ഇനി അല്ല, 1 ശരിയാണെങ്കിൽ 4 ശരിയാണ്, 4 ശരിയാണെങ്കിൽ 3 ശരിയാണ്. അപ്പൊ 1 ശരിയാണെങ്കിൽ 1 implies 3 എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്.
അപ്പൊ ആദ്യം നമ്മൾ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഇക്വലന്റ് ആണെന്ന് കാണിക്കണം. അതിനുവേണ്ടി 1 implies 2. 1 എന്താണ്? സി ഒരു MDS കോഡാണ്. MDS കോഡിന്റെ ഡെഫിനിഷൻ എന്താണ്? ഓക്കെ, k+d = n+1, അല്ലെങ്കിൽ d ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ് എന്ന് പറയുന്നത് n-k+1 ഈക്വൽ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഓൾറെഡി ഒരു റിസൾട്ട് ഉണ്ട്. C ഹാസ് ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു d if and only if any d-1 columns of H are linearly independent. ഓക്കെ, ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്താണ്? n-k+1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം d-1 എന്ന് പറയുന്നത് എന്ത് വരും? n-k വരും. അപ്പം എച്ചിന്റെ ഏത് n-k കോളംസ് എടുത്താലും അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഇവിടെ എച്ച് എന്ന് പറയുന്നത് പാരിറ്റി ചെക്ക് മെട്രിക്സ് ആണ് കേട്ടോ, പാരിറ്റി ചെക്ക് മെട്രിക്സ് എച്ച്. അപ്പൊ ഈ തിയറം യൂസ് ചെയ്ത് നമുക്ക് കിട്ടും എച്ചിന്റെ ഏത് n-k കോളംസ് എടുത്താലും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഇത് തന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട. ഓക്കെ, ഇനി നമ്മൾ തിരിച്ചുള്ള പാർട്ട് 2 implies 1. അപ്പൊ എന്ത് അസ്യൂം ചെയ്യണം? എച്ചിന്റെ ഏത് n-k കോളംസ് എടുത്താലും അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് അസ്യൂം ചെയ്തു. അഗെയിൻ വീണ്ടും നമുക്ക് ഈ തിയറം തന്നെ അപ്ലൈ ചെയ്യുകയാണ്. 4.5.6 തിയറം എന്താണ്? ഏത് d-1 കോളംസും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു d ആണ്. അപ്പൊ അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്താൽ ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n-k+1 എന്ന് കിട്ടും. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്. സോ k+d ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n+1 എന്ന് കിട്ടും. പക്ഷെ നമുക്ക് ഈക്വൽ എന്നാ കാണിക്കേണ്ട അല്ലെ? അതിനെന്ത് ചെയ്യാം? സിംഗിൾട്ടൺ ബൗണ്ട് എന്താ പറയുന്നത്? k+d ലെസ് ദാൻ ഓർ ഈക്വൽ ടു n+1. രണ്ട് ഇനീക്വാളിറ്റീസും കമ്പൈൻ ചെയ്യുമ്പോൾ ഇക്വാളിറ്റി കിട്ടും. k+d = n+1. ദാറ്റ് മീൻസ് C is an MDS code. ഓക്കെ, അപ്പൊ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഇക്വലന്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ ലാസ്റ്റത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഇക്വലന്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആദ്യം നമ്മൾ ടു പ്രൂവ് 4 implies ഇവിടെ നമ്മൾ ഡയറക്റ്റ് if and only if ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിനുവേണ്ടി ഞാൻ 4 എന്താണ്? C perp MDS കോഡ് എന്നല്ലേ നമ്മുടെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്. C perp MDS കോഡാണ്. ഇനി അതിനു മുമ്പേ ഒരു കാര്യം പറയട്ടെ. C perpന്റെ പാരിറ്റി ചെക്ക് മെട്രിക്സ് ഏതാണ്? സിയുടെ ജനറേറ്റർ മെട്രിക്സ് അത് ഏതാണ്? G ആണ്. ഓർത്ത് വെച്ചോണം, C perpന്റെ പാരിറ്റി ചെക്ക് മെട്രിക്സ് G ആണ്. അതുപോലെ തന്നെ C perpന്റെ ലെങ്ത് എത്രയാണ്? ലെങ്ത് ഓഫ് C perp n തന്നെയാണ് അല്ലേ? കാരണം പാരിറ്റി ചെക്ക് മെട്രിക്സിന്റെ ഡയമെൻഷൻ നോക്കിയാൽ മതി. G അല്ലേ പാരിറ്റി ചെക്ക് മെട്രിക്സ്? ജിയുടെ ഡയമെൻഷൻ എത്രയാണ്? നമ്പർ ഓഫ് കോളംസ് n തന്നെയാണ്. സോ ലെങ്ത് ഓഫ് C perpും n തന്നെയാണ്. അത് ക്ലിയർ ആയിട്ടുള്ളതാണ്, ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനി C perpന്റെ ഡയമെൻഷൻ എന്താ? n-k. എങ്ങനെ കിട്ടി? സിയുടെ ഡയമെൻഷനും C perpന്റെ ഡയമെൻഷനും തമ്മിലുള്ള റിലേഷൻ എന്താണ്? സിയുടെ ഡയമെൻഷനും C perpന്റെ ഡയമെൻഷനും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ n കിട്ടണം, ലെങ്ത് ഓഫ് ദ കോഡ് കിട്ടണം. ഓക്കെ, അപ്പം ഡയമെൻഷൻ ഓഫ് C perp എന്ന് പറഞ്ഞാൽ n മൈനസ് ഡയമെൻഷൻ ഓഫ് C ആണ്. ഡയമെൻഷൻ ഓഫ് C എന്ന് പറഞ്ഞാൽ k ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളിപ്പോ അസ്യൂം ചെയ്തത് C perp MDS കോഡ് എന്നാണ്. MDS കോഡിന്റെ ഡെഫിനിഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ സപ്പോസ് C perpന്റെ ഡിസ്റ്റൻസിനെ ഞാൻ d' എന്ന് ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ MDS കോഡിന്റെ ഡെഫിനിഷൻ എന്താ പറയുന്നത്? ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ് ഈസ് ഈക്വൽ ടു n മൈനസ് ലെങ്ത് ഓഫ് ദ കോഡ് മൈനസ് ഡയമെൻഷൻ ഓഫ് ദ കോഡ് പ്ലസ് 1. ഇവിടുത്തെ ഡയമെൻഷൻ n-k ആയിരുന്നു, ലെങ്ത് n. അപ്പൊ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് k+1 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പം C perp MDS കോഡ് ആണെന്ന് പറഞ്ഞാൽ if and only if we can say that d' is equal to k+1. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ആദ്യത്തെ രണ്ട് കണ്ടീഷൻസ് ഇക്വലന്റ് ആണ് അല്ലെ? 1 if and only if 2 നമ്മൾ പ്രൂവ് ചെയ്തു ശരിയാണെന്ന്. ഇനി 1 എന്താണ്? ഒരു കോഡ് MDS കോഡ് ആണെങ്കിൽ അതിന്റെ പാരിറ്റി ചെക്ക് മെട്രിക്സിന്റെ d-1 കോളംസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഏത് d-1 കോളംസ് എടുത്താലും അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ എടുത്തത് C perp ഒരു MDS കോഡാണ്. അങ്ങനെയാണെങ്കിൽ C perpന്റെ പാരിറ്റി ചെക്ക് മെട്രിക്സ് ആരാ? G. ജിയുടെ d-1 കോളംസ് അതായത് k കോളംസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഇത് തന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്ന? ഓക്കെ, അപ്പൊ നമ്മള് 1 if and only if 2 യൂസ് ചെയ്ത്
3 if and only 4 പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന 1 implies 4 ആണ്. അപ്പൊ എന്ത് അസ്യൂം ചെയ്യണം? സി ഒരു MDS കോഡാണ്. MDS കോഡിന്റെ ഡെഫിനിഷൻ ഞാൻ കൊടുത്തു. ഇനി എന്ത് പ്രൂവ് ചെയ്യണം? സി പെർ MDS കോഡാണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് MDS കോഡ് എന്ന് പ്രൂവ് ചെയ്യാൻ എന്താ ചെയ്യേണ്ട? ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ് ഈക്വൽ ടു ലെങ്ത് മൈനസ് ഡയമെൻഷൻ പ്ലസ് 1 ആണെന്ന് കാണിക്കണം. അതായത് ഡി ഡാഷ് k+1 ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ടു പ്രൂവ് ഡി ഡാഷ് ആരാ? സി പെർപ്പിന്റെ ഡിസ്റ്റൻസ് ആണ്. k+1 ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ കൗണ്ടറി അസ്യൂം ചെയ്തു. ഡി ഡാഷ് സപ്പോസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ആണെന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, ഡി ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു k. ഡി ഡാഷ് എന്താണെന്ന് അറിയാലോ? മിനിമം ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ് ആണ് അല്ലെ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, ഒരു കോഡിന്റെ ഡിസ്റ്റൻസ് d ആണെങ്കിൽ അതിന്റെ മീനിങ് ഏത് രണ്ട് കോഡ് വേർഡ്സ് എടുത്താലും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിയോ അതിൽ കൂടുതലോ ആയിരിക്കണം അല്ലെ. ദാറ്റ് മീൻസ് വെയിറ്റിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ അറ്റ്മോസ്റ്റ് k നോൺ സീറോ എൻട്രീസ്, ഐ മീൻ വെയിറ്റ് ഓഫ് എനി കോഡ് വേർഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു k എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, മിനിമം ഡിസ്റ്റൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു k അല്ലെങ്കിൽ ഈക്വൽ ടു k ആണെങ്കിലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ആണെങ്കിലും അതിന്റെ മീനിങ് വെയിറ്റ് ഓഫ് എനി കോഡ് വേർഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ആണ്. അത് നമ്മൾ ഓൾറെഡി ആ ഒരു ആർഗ്യുമെന്റ് പറഞ്ഞിട്ടുള്ളതായിരിക്കും അല്ലെ. അതിന്റെ ലോജിക് ഇത്രേ ഉള്ളൂ. ഏതൊരു കോഡിലും 0 വെക്ടർ ഉണ്ട്. അപ്പൊ 0 വെക്ടറും ഏതെങ്കിലും ഒരു കോഡ് വേർഡും എടുത്താൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് ഓഫ് ദാറ്റ് കോഡ് വേർഡ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഡിസ്റ്റൻസ് ഓഫ് എ കോഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ആണെങ്കിൽ ഏത് കോഡ് വേർഡ് എടുത്താലും അതിന്റെ വെയിറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ആയിരിക്കണം. അത് എപ്പോഴും ഓർത്ത് വെച്ചോണം. അത് രണ്ട് ഈക്വലന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈക്വലന്റ് അല്ല, ഒന്നിൽ നിന്ന് മറ്റൊന്ന് ക്ലിയർ ആണ്. ഓക്കെ, ഇനി അപ്പൊ ഞാനിപ്പോ എടുത്ത കോഡിന് സി പെർപ്പിലുള്ള ഒരു കോഡ് വേർഡ് ആണ് ഞാൻ ആർബിട്രറി ചൂസ് ചെയ്ത. അതിന് മാക്സിമം k നോൺ സീറോ എൻട്രീസ് ഉണ്ട്. ദാറ്റ് മീൻസ് അതിന് കുറഞ്ഞത് n-k 0 കോർഡിനേറ്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ കോഡിന്റെ ആ 0 കോർഡിനേറ്റ്സിനെല്ലാം ഏറ്റവും ലാസ്റ്റത്തേക്ക് കൊണ്ടുപോവാണ്, പെർമ്യൂട്ട് ചെയ്യുവാണ്. ഓക്കെ, പെർമ്യൂട്ട് ചെയ്താൽ വെയിറ്റ് മാറില്ലല്ലോ. സോ അപ്പൊ അതുകൊണ്ട് ഞാൻ അസ്യൂം ചെയ്യുവാണ് നമ്മൾ കൺസിഡർ ചെയ്ത സി എന്ന് പറയുന്ന കോഡിന്റെ ലാസ്റ്റത്തെ n-k കോർഡിനേറ്റ്സ് 0 ആണ്. അപ്പൊ അത് ഓർമ്മയിലിരിക്കണം. ഇനി ഞാൻ സി പെർപ്പിന്റെ ജനറേറ്റർ മെട്രിക്സ് ഏതാണ്? എച്ച് ആണ്. ഓക്കെ, എച്ച് എന്ന് പറയുന്നത് ഓർത്തു വെച്ചോണം. ആരാണ് ജനറേറ്റർ മെട്രിക്സ് ഫോർ സി പെർപ്പ്? ജനറേറ്റർ മെട്രിക്സ് ഫോർ സി പെർപ്പ്. ഞാൻ എച്ചിനെ ഇങ്ങനെ എഴുതി, എ എച്ച് ഡാഷ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് എച്ചിന്റെ ഡയമെൻഷൻ എന്താണ്? എച്ചിന്റെ ഓർഡർ എന്താണ്? എച്ചിന്റെ ഓർഡർ n-k കോളംസും n-k റോസും n കോളംസും ഉള്ളത്. അപ്പൊ ഞാൻ ആദ്യം ഈ n കോളത്തിനെ ഞാൻ ആദ്യത്തെ k കോളംസ് ഇവിടെ എടുത്തു. ടോട്ടൽ n കോളംസ് ആണ്. ബാക്കി അപ്പൊ എത്ര കോളംസ് ഉണ്ട്? n-k കോളംസ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഭാഗത്തുള്ള മെട്രിക്സിനെ ഞാൻ എ എന്നും ഈ ഭാഗത്തുള്ള ആ സബ് മെട്രിക്സിനെ ഞാൻ എച്ച് ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്തു. സോ അപ്പം എയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? റോസ് സെയിം തന്നെയാണ്. അപ്പൊ എല്ലാത്തിനും എയ്ക്കും എച്ച് ഡാഷിന്റെയും റോസിന്റെ എണ്ണം n-k ആണ്. കോളത്തിന്റെ എണ്ണം മാത്രമേ ഉള്ളൂ വ്യത്യാസം. എയുടെ കോളത്തിന്റെ എണ്ണം കെയും എച്ച് ഡാഷിലുള്ള കോളത്തിന്റെ എണ്ണം n-k. ഓക്കെ, അപ്പം എ എന്ന് പറയുന്നത് എയുടെ ഓർഡർ ഇതാണ്. എച്ച് ഡാഷ് ഒരു സ്ക്വയർ മെട്രിക്സ് വരും. ഓക്കെ, n-k ഓർഡറുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് വരും. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി നമ്മൾ എന്താണ് അസ്യൂം ചെയ്തിരിക്കുന്നത്? സി പെർപ്പ് ലീനിയർ MDS കോഡാണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. സോ അപ്പം എന്താണ് നമ്മൾ അസ്യൂം ചെയ്തത്? ഒരു മിനിറ്റ് ഒന്ന്. നമ്മൾ അസ്യൂം ചെയ്തത് എന്താണ്? 1 implies 4 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് സി MDS കോഡ് എന്നാണ് അസ്യൂം ചെയ്തത്. സോറി,
സി MDS കോഡ് എന്നാണ് അസ്യൂം ചെയ്തത്. സോ അപ്പൊ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു 1 if and only if 2 ശരിയാണ് അല്ലെ. അപ്പൊ സി MDS കോഡ് ആണെങ്കിൽ സിയുടെ പാരിറ്റി ചെക്ക് മെട്രിക്സ് എച്ച് ഏത് n-k കോളംസ് എടുത്താലും അവർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, ഏത് n-k കോളംസ് എടുത്താലും. അപ്പൊ നോക്കി എച്ച് ഡാഷിൽ ടോട്ടൽ എത്ര കോളംസ് ഉണ്ട്? n-k കോളംസ് ഉണ്ട് അല്ലെ. അപ്പൊ എച്ച് ഡാഷിന്റെ കോളംസ് എല്ലാം തമ്മിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാലോ അല്ലെ. അപ്പൊ എച്ച് ഡാഷിന്റെ കോളംസ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ദാറ്റ് മീൻസ് എച്ച് ഡാഷ് ഇൻവേർട്ടിബിൾ ആണെന്നാണ് മീനിങ്. ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എച്ച് ഡാഷിന്റെ എല്ലാ റോസും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്നാണ് മീനിങ്. ഓക്കെ, ഇതെല്ലാം ഇക്വലന്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. അപ്പം ഇപ്പൊ നമുക്ക് കിട്ടിയത് എച്ച് ഡാഷിന്റെ എല്ലാ റോസും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷേ ഏതെങ്കിലും ഒരു കോഡ് വേർഡിന്റെ ലാസ്റ്റ് n-k കോർഡിനേറ്റ്സ് 0 ആവണമെങ്കിൽ എച്ച് ഡാഷിന്റെ റോസിന്റെ 0 ലീനിയർ കോമ്പിനേഷൻ എടുത്താലേ പറ്റത്തുള്ളൂ. കാരണം നമ്മളിപ്പോ തൊട്ട് മുമ്പേ പറഞ്ഞു എച്ച് ഡാഷിന്റെ എല്ലാ റോസും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. നോൺ സീറോ ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ 0 കിട്ടുവാണെങ്കിൽ ആ റോസ് ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെന്നാണ് മീനിങ് കേട്ടോ. അപ്പൊ നമുക്കിപ്പോ കിട്ടിക്കഴിഞ്ഞു ഏതൊരു കോഡ് വേർഡിന്റെയും ലാസ്റ്റ് n-k കോർഡിനേറ്റ്സ് 0 ആവണമെങ്കിൽ എച്ച് ഡാഷിന്റെ റോസിന്റെ 0 കോമ്പിനേഷൻ വേണം എടുക്കാൻ. ഓക്കെ, എച്ച് ഡാഷിന്റെ റോസിന്റെ 0 കോമ്പിനേഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് 0 വെക്ടർ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സി എന്ന് പറയുന്നത് വെക്ടർ നമ്മൾ ചൂസ് ചെയ്ത സി എന്ന് പറയുന്ന കോഡ് വേർഡ് എങ്ങനെയുള്ളതായിരുന്നു? ലാസ്റ്റത്തെ n-k കോർഡിനേറ്റ്സ് 0 അല്ലേ. അപ്പൊ നമുക്ക് സിയെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ? എച്ച് എന്ന് പറയുന്ന മെട്രിക്സിന്റെ റോസിന്റെ 0 ലീനിയർ കോമ്പിനേഷൻ ആക്കിയേ പറ്റത്തുള്ളൂ. ദാറ്റ് മീൻസ് സി എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ 0 കോഡ് വേർഡ് ആവത്തില്ലേ? 0 എല്ലാ കോർഡിനേറ്റ്സ് 0 ആയിട്ടുള്ള 0 കോഡ് വേർഡ് ആണ്. ഇതൊന്ന് നമ്മൾ 0 ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, 0 കോഡ് വേർഡ്. ഓക്കെ, ദാറ്റ് മീൻസ് സി പെർപ്പ് എന്ന് പറയുന്ന എന്താണ്? നമ്മുടെ ഒരു 0 മാത്രമുള്ള കോഡാണ് സി പെർപ്പ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, പക്ഷെ സി പെർപ്പിനെ നമ്മള് 0 മാത്രമുള്ള കോഡ്സിനെ MDS കോഡായിട്ട് ഇപ്പൊ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ല. ചില ടെക്സ്റ്റുകളിൽ 0 മാത്രമുള്ള കോഡിനെ MDS കോഡായിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ഈ ഒരു കേസിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് അല്ല. 0 മാത്രമുള്ള ആ ഒരു കോഡ് നമ്മൾ MDS കോഡായിട്ട് ട്രീറ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടി. ഈ കോൺട്രഡിക്ഷൻ കിട്ടിയത് എന്തുകൊണ്ടായിരുന്നു? നമ്മൾ എന്ത് അസ്യൂം ചെയ്തപ്പോഴായിരുന്നു? ഡി ഡാഷ് മിനിമം ഡിസ്റ്റൻസ് ഓഫ് സി പെർപ്പ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് അസ്യൂം ചെയ്തപ്പോഴായിരുന്നു കോൺട്രഡിക്ഷൻ കിട്ടിയ. സോ അപ്പം ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഡി ഡാഷ് അപ്പം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k+1 ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് പക്ഷെ പ്രൂവ് ചെയ്യേണ്ട ഡി ഡാഷ് ഈക്വൽ ടു k+1 എന്നാണ്. അതിനെന്താ ചെയ്യേണ്ട? നമ്മുടെ സിംഗിൾട്ടൺ ബൗണ്ട് അപ്ലൈ ചെയ്താൽ മതി അല്ലെ. സി പെർപ്പ് എന്ന് പറയുന്ന കോഡിന് സിംഗിൾട്ടൺ ബൗണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ തിരിച്ചുള്ള ഇനീക്വാളിറ്റി കിട്ടും. സോ ഇക്വാളിറ്റി നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത 1 implies 4 ശരിയാണെന്ന് കാണിച്ചു. ഇനി തിരിച്ച് 4 implies 1 ശരിയാണെന്ന് കാണിക്കാൻ പോവാണ്. അതിനുവേണ്ടി 4 എന്താണ്? സി പെർപ്പ് MDS കോഡാണെന്ന് അസ്യൂം ചെയ്തു. സി പെർപ്പ് MDS കോഡാണെങ്കിൽ 1 implies 4 എന്താ പറയുന്നത്? സി പെർപ്പിന്റെ പെർപ്പ് അതായത് സി ആണ്, അതൊരു MDS കോഡാണെന്നാണ് നമ്മൾ തൊട്ട് മുമ്പേ പ്രൂവ് ചെയ്തത് അല്ലെ. 1 implies 4 പ്രൂവ് ചെയ്തത് ഏതെങ്കിലും ഒരു കോഡ് MDS ആണെങ്കിൽ അതിന്റെ പെർപ്പും MDS കോഡാണ്. ഓക്കെ, അപ്പൊ അതുപോലെ ഇവിടെ സി പെർപ്പ് MDS കോഡാണെങ്കിൽ അതിന്റെ പെർപ്പ് അതായത് സി ഒരു MDS കോഡാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ തിയറം എല്ലാ കണ്ടീഷൻസും ഈക്വലന്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് തിയറത്തിന്റെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഇനി ഒരു ചെറിയൊരു ഡെഫിനേഷൻ കൂടെ പറഞ്ഞു ഈ സെക്ഷൻ നിർത്തുവാണ്. ഒരു MDS കോഡിനെ ട്രിവിയൽ എന്ന് പറയണമെങ്കിൽ ഈ താഴെ പറഞ്ഞിരിക്കുന്ന 3 കണ്ടീഷൻസ് ഏതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തെ കാര്യം സി എന്ന് പറയുന്നത് FQN ആവണം. FQN എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോൾ സ്പേസ് ആണ് അല്ലെ. നമ്മുടെ ഹോൾ സ്പേസ് തന്നെയാണ്. അതായത് സിയുടെ പാരാമീറ്റേഴ്സ് ഒന്ന് പറയാവോ? FQN ലെങ്ത് n ആണ്, ജനറൽ n എന്ന് പറഞ്ഞെടുക്കുവാണ്. ഇനി FQN അല്ല, അപ്പൊ ലെങ്ത് n. ഇനി ഡയമെൻഷൻ എത്ര? നമ്മുടെ ഹോൾ സ്പേസ് തന്നെ അല്ലേ, അപ്പൊ ഡയമെൻഷൻ n തന്നെയാണ്. അതായത് Q⁻n എലമെന്റ്സ് ഉണ്ട്, ഹോൾ സ്പേസ് തന്നെയാണ്. ഇനി ഡിസ്റ്റൻസ് എന്താണ്? മിനിമം ഡിസ്റ്റൻസ് 1 അല്ലേ, കാരണം എല്ലാ വേർഡ്സും ഉണ്ടല്ലോ. അപ്പൊ മിനിമം ഡിസ്റ്റൻസ് എന്തായാലും 1 ആണ്. ഓക്കെ, അപ്പൊ ഈ കോഡ് ഒരു ട്രിവിയൽ കോഡാണ്. ട്രിവിയൽ കോഡ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇതായിരിക്കണം. ഇനി വേറെ പോസിബിലിറ്റി സി ഈസ് ഇക്വലന്റ് ടു ദ കോഡ് ജനറേറ്റഡ് ബൈ 1 എന്ന് പറയുന്ന കോഡ് വേർഡ് കണ്ടോ? എല്ലാ കോർഡിനേറ്റ്സും 1 ആയിട്ടുള്ള.
ഇത് നമ്മുടെ റെപ്പറ്റീഷൻ കോഡ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. എല്ലാ കോഡും സെയിം ആയിട്ടുള്ള എല്ലാ കോർഡിനേറ്റ്സും സെയിം വരുന്ന കോഡിനെയാണ് നമ്മൾ റെപ്പറ്റീഷൻ കോഡ് എന്ന് പറയുന്നത്. ജനറേറ്റഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? സി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എ എല്ലാ കോർഡിനേറ്റ്സും എ ആയിട്ടുള്ള such that A belongs to FQ. ഇതാണ് നമ്മുടെ സി എന്ന് പറയുന്ന കോഡ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പാരാമീറ്റേഴ്സ് ഒന്ന് പറയാമോ? ഓഫ് കോഴ്സ് ലെങ്ത് n ആണ്. ഡയമെൻഷൻ എന്താ? 1 അല്ലേ? കാരണം ബേസിസ് ഒറ്റൊരാൾ 1 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന കോഡാണ്. ഓക്കെ, അപ്പൊ ബേസിസ് വെക്ടർ ഒറ്റൊരാളേ ഉള്ളൂ. ബാക്കിയെല്ലാം ഡിപ്പെൻഡന്റ് ആയിപ്പോ. രണ്ടെണ്ണം എടുത്താൽ ഡിപ്പെൻഡന്റ് ആയിപ്പോ. ഒന്നൊന്നിനെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി മിനിമം ഡിസ്റ്റൻസ് എന്താ? എല്ലാ കോർഡിനേറ്റ്സും ഡിഫറെന്റ് അല്ലേ? സോ മിനിമം ഡിസ്റ്റൻസ് n ആണ്. ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ് എന്ന് പറഞ്ഞാൽ n ആണ്. ഓക്കെ, അപ്പൊ അത് ഈ പാരാമീറ്റേഴ്സ് വരുന്ന ഒറ്റൊരു കോഡേ ഉള്ളൂ, നമ്മുടെ റെപ്പറ്റീഷൻ കോഡാണ്. ഇനി അപ്പൊ ഇത് ട്രിവിയൽ ആണ്. നമ്മുടെ റെപ്പറ്റീഷൻ കോഡ് ട്രിവിയൽ കോഡാണ്. ട്രിവിയൽ MDS കോഡാണ്. MDS കോഡാണ് കേട്ടോ. MDS കോഡ് ട്രിവിയൽ ആവുന്നത് എപ്പോഴാണെന്നാണ് പറയുന്നത്. അടുത്തത് C is equivalent to the dual of the code generated by 1. അതായത് നമ്മൾ തൊട്ട് മുമ്പേ കണ്ട കോഡിന്റെ ഡ്യുവൽ കോഡ്. അപ്പൊ ആ ഡ്യുവൽ കോഡ് സി പെർപ്പ് രണ്ടാമത്തെ കേസിൽ സി ആ കണ്ടെങ്കിൽ അതിന്റെ പെർപ്പാണ് മൂന്നാമത്തെ കേസിൽ പറയുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ പാരാമീറ്റേഴ്സ് ഒന്ന് പറയാമോ? ലെങ്ത് n ആണ്. ഡയമെൻഷൻ എന്താ? ഡയമെൻഷൻ മറ്റേന്റെ ഡയമെൻഷൻ k ആണെങ്കിൽ സി പെർപ്പിന്റെ ഡയമെൻഷൻ n-k ആണ് അല്ലെ. അപ്പം n- k അവിടെ എന്തായിരുന്നു? രണ്ടാമത്തെ കേസിൽ 1 അല്ലായിരുന്നു. അപ്പൊ n-1. ഇനി ഡിസ്റ്റൻസ് എന്താണ്? 2 വരും. ഓക്കെ, ചെക്ക് ചെയ്താൽ മതി എങ്ങനെയാണ് ഡിസ്റ്റൻസ് 2 വന്നതെന്ന്. ഏതെങ്കിലും വേർഡിന്റെ ഡിസ്റ്റൻസ് മിനിമം ഡിസ്റ്റൻസ് 2 വരും. കാരണം എന്താ? മിനിമം ഡിസ്റ്റൻസ് ഒന്നാമത്തെ കാര്യം MDS കോഡാണ്. MDS കോഡിന്റെ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യാൻ എന്തായാലും ഇവിടെ 2 വന്നേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഈ 3 കേസിൽ അല്ലാത്ത ഏത് കോഡ് എടുത്താലും അതിനെ നമ്മൾ നോൺ ട്രിവിയൽ കോഡ് എന്നാണ് പറയുന്നത്. നോൺ ട്രിവിയൽ MDS കോഡ് എന്നാണ് പറയുന്നത്. അതർവൈസ് ഈ സെറ്റ് ടു ബി നോൺ ട്രിവിയൽ MDS കോഡ്. MDS കോഡുകൾ ട്രിവിയൽ ആവുന്ന എപ്പോഴാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി Q = 2 ആവുമ്പം ഒരു ചെറിയൊരു റിസൾട്ട് ഉണ്ട്. ഒരു പ്രോബ്ലം ആണ്, തന്നെ പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. Q = 2 ആവുമ്പം the only MDS codes are the trivial ones. അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള 3 പോസിബിലിറ്റീസിലെ 3 ടൈപ്പിലെ ആ കോഡുകളായിരിക്കും the only binary MDS codes എന്ന് പറഞ്ഞാൽ. ഓക്കെ, Q2 എന്ന് പറഞ്ഞാൽ ബൈനറി കോഡ്സ് എന്നാ മീനിങ് അല്ലെ. അപ്പം the only binary MDS codes are എന്ന് പറയുന്നത് ട്രിവിയൽ കോഡ്സ് ആയിരിക്കും. ഇതാണ് നമ്മുടെ റിസൾട്ട്. ഇത് ചിലപ്പം പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തരാം, ബാക്കി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഞാൻ സി ഒരു ബൈനറി MDS കോഡായിട്ട് എടുത്തു. സിയുടെ ജനറേറ്റർ മെട്രിക്സിനെ G എന്ന് ഡിനോട്ട് ചെയ്തു. അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതി. സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ ഇതാണ് മീനിങ്. ആദ്യം ഐഡന്റിറ്റി മെട്രിക്സ്. ജനറേറ്റർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ റോസും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. സോ അപ്പം ടോട്ടൽ K റോസ് ഉണ്ട്. അപ്പൊ അതിൽ ഐഡന്റിറ്റി മെട്രിക്സിനെ ഞാൻ ആദ്യം എഴുതി. ബാക്കിയുള്ളതിനെ ഞാനിങ്ങനെ ബാക്കിയുള്ള പോർഷനെ ഞാൻ A എന്ന് ഡിനോട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം. ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പൊ എയുടെ ഓർഡർ എന്താണെന്ന് പറഞ്ഞേ. റോസിന്റെ എണ്ണം മാറുന്നില്ല. K റോസും n-k കോളംസും അല്ലെ. ഇനി അങ്ങനെയാണെങ്കിൽ ജനറേറ്റർ മെട്രിക്സ് ജിയുടെ ith റോയുടെ ഫോം ആണ്. ഇത്രയും പാർട്ട് IK-യിൽ നിന്ന് എടുത്തതാ. IK ഇത്. അപ്പൊ IK-യിലുള്ള ith റോ എങ്ങനെ ഇരിക്കും? ith കോർഡിനേറ്റ് മാത്രം 1, ബാക്കിയുള്ളതെല്ലാം 0. ഇനി എയുടെ ith റോനെ ഞാൻ AI എന്ന് ഡിനോട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ith റോയുടെ ഫുള്ള് വെയിറ്റ് എന്തായിരിക്കും? ആ ഫസ്റ്റ് പാർട്ടിലുള്ള വെയിറ്റ് എന്ന് പറഞ്ഞാൽ നോൺ സീറോ കോർഡിനേറ്റ്സിന്റെ എണ്ണമാണ് അല്ലെ. ഒറ്റ ഒരു 1 അല്ലേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് പാർട്ടിന്റെ വെയിറ്റ് 1 ആണ്. ഇനി ആ സെക്കൻഡ് പാർട്ടിന്റെ വെയിറ്റ് ഓഫ് AI ആണ്. ടോട്ടൽ ആ ith റോയുടെ വെയിറ്റ് 1 + വെയിറ്റ് ഓഫ് AI ആണ്. പക്ഷെ നമുക്കറിയാം ഒരു കോഡിന്റെ ഡിസ്റ്റൻസ് D ആണെങ്കിൽ ഏത് നോൺ സീറോ വേർഡ് എടുത്താലും അതിന്റെ വെയിറ്റ് > D ആയിരിക്കണം അല്ലെ. അപ്പം D ആയിരിക്കണം. പക്ഷെ ഇവിടെ ഒരു MDS കോഡ് എടുത്തത് കൊണ്ട് D എന്തിനോട് ഈക്വൽ ആണ്? n-k + 1 ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് കിട്ടി
വെയിറ്റ് ഓഫ് എ ഐ 1 രണ്ടിടത്തുനിന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് എ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് കെ കിട്ടി. ഓക്കെ, പക്ഷേ എ ഐക്ക് എത്ര കോളംസ് ഉണ്ട്? എ എന്ന് പറയുന്ന മെട്രിക്സിന് ടോട്ടൽ n കോളംസേ ഉള്ളൂ, n മൈനസ് കെ കോളംസേ ഉള്ളൂ. അപ്പൊ എ ഐക്ക് n മൈനസ് കെ കോർഡിനേറ്റ്സ് ടോട്ടൽ ഉള്ളൂ. അപ്പം വെയിറ്റ് ഓഫ് എ ഐ ഗ്രേറ്റർ ദാൻ n മൈനസ് കെ പോസിബിൾ അല്ല, ഈക്വൽ ടു n മൈനസ് കെ പറ്റത്തുള്ളൂ. ദാറ്റ് മീൻസ് എ ഐ എന്ന് പറയുന്നത് എയുടെ എല്ലാ കോർഡിനേറ്റ്സും 1 ആവണം. ദാറ്റ് ഈസ് എ എന്ന് പറയുന്ന മെട്രിക്സ് ഇതായിരിക്കണം. ഇതിന്റെ ഓർഡർ ഓർമ്മയുണ്ടല്ലോ, കെ ബൈ n മൈനസ് കെ. ഇനി ഞാൻ അസ്യൂം ചെയ്യാൻ പോവാണ് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആൻഡ് n മൈനസ് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആൻഡ് വി വിൽ പ്രൂവ് ദാറ്റ് we will prove a contradiction so that this case is not possible. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ സ്റ്റെപ്പ് വേണം നിങ്ങൾ ഓർത്തിരിക്കാൻ. അതായത് കെയും n മൈനസ് കെയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് അസ്യൂം ചെയ്യും ആൻഡ് വി വിൽ ഡിറൈവ് എ കോൺട്രഡിക്ഷൻ. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഞാൻ ജിയുടെ ആദ്യത്തെ 2 റോസ് എടുത്തു, എന്നിട്ട് അവരുടെ സം എടുത്തു. ഓക്കെ, സം എടുക്കും. ഇപ്പൊ ജി എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. ജി എന്താണെന്നുള്ളത് എന്താണ്? ജി ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഐ കെ ആണ്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം 1 ആയിട്ടുള്ള മെട്രിക്സ് ആണ്. അതിനെ ഞാൻ ഈ 1 എന്ന് ഡെനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ജി. ഓക്കെ, അപ്പൊ ജിയുടെ ഐത്ത് റോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഐ കെയുടെ ഫസ്റ്റ് റോ എന്താ? ആദ്യം മാത്രം 1, ബാക്കിയുള്ളതെല്ലാം 0. ഓക്കെ, ഇനി എയുടെ പാർട്ട് എന്താ? എല്ലാം 1. ഇതാണ് ഫസ്റ്റ് റോ ഓഫ് എല്ലാം 1, ഫസ്റ്റ് റോ ഓഫ് ജി. ഇനി സെക്കൻഡ് റോ ഓഫ് ജി എന്താ? സെക്കൻഡ് കോർഡിനേറ്റ് മാത്രം 1, ബാക്കിയുള്ളതെല്ലാം 0. എ എന്ന് പറയുന്നത് എല്ലാ കോർഡിനേറ്റ്സും 1. എയുടെ സെക്കൻഡ് റോ എയുടെ എല്ലാ റോസും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ 2 റോസ് തമ്മിൽ ആഡ് ചെയ്യുമ്പം ഈ ലാസ്റ്റത്തെ എയുടെ ഫസ്റ്റും സെക്കൻഡും റോസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എല്ലാ എൻട്രീസും 0 ആവും. കാരണം എന്താ? 1 + 1 = 0 ഇൻ ബൈനറി കേസ് അല്ലേ? അപ്പം ഈ പോർഷൻ എല്ലാം 0 ആവും. ഫസ്റ്റ് പോർഷൻ ഇങ്ങനെയും വരും. അപ്പൊ ഇതിന്റെ ഈ കോഡ് വേർഡിന്റെ വെയിറ്റ് എന്താണ്? 2 ആണ്. അപ്പൊ ഇപ്പൊ നമുക്ക് വെയിറ്റ് 2 ഉള്ള ഒരു കോഡ് വേർഡ് കിട്ടി. പക്ഷേ MDS കോഡിന്റെ കേസിൽ ഡി മിനിമം ഡിസ്റ്റൻസ് ഈക്വൽ ടു n മൈനസ് കെ പ്ലസ് 1 ആണ്. പക്ഷെ n മൈനസ് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് നമ്മൾ അസ്യൂം ചെയ്തു ബൈ അവർ അസംഷൻ. ഓക്കെ, അപ്പൊ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പം ഡിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 + 1. n മൈനസ് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 അല്ലേ? അപ്പൊ 2 + 1 ദാറ്റ് ഈസ് 3 ആണ്. അപ്പൊ ഇപ്പൊ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടി. കാരണം എന്താ? നമ്മൾ ഓൾറെഡി വെയിറ്റ് 2 ഉള്ള ഒരു കോഡ് വേർഡ് കണ്ടു കഴിഞ്ഞു. വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ ടു weight of a code word equal to 2. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, which is a contradiction to അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, കോൺട്രഡിക്ട്സ് അവർ അതായത് വെയിറ്റ് 2 ഉള്ള ഒരു കോഡ് വേർഡ് കിട്ടിയതിനെ അത് കോൺട്രഡിക്ട് ചെയ്തു. ആക്ച്വലി കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ശരിയാണ്. ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്നുള്ളത് എല്ലായ്പ്പോഴും ശരിയായിരിക്കണം. കാരണം MDS കോഡിന്റെ ഡെഫിനിഷൻ ആണ്. പക്ഷേ കോൺട്രഡിക്ഷൻ വന്നത് വെയിറ്റ് 2 ഉള്ള ഒരു കോഡ് വേർഡ് കിട്ടിയതാണ് കോൺട്രഡിക്ഷൻ വന്നത്. ഓക്കെ, സോ ഓക്കെ, അപ്പം അങ്ങനെ തന്നെ എഴുതാം. വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ. We have obtained a contradiction. Thus, we have obtained a contradiction. So, അപ്പം നമ്മുടെ അസംഷൻ എന്തായിരുന്നു? കെയും n മൈനസ് കെയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് എടുത്തതായിരുന്നു നമ്മുടെ അസംഷൻ. ആ അസംഷൻ തെറ്റാണ്. ദാറ്റ് മീൻസ് ഒന്നുകിൽ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്, അല്ലെങ്കിൽ n മൈനസ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം.
അപ്പോൾ നമ്മൾ പോസിബിൾ കേസസ് ഒക്കെ നോക്കുവാണ്. k ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ k 0 ആവാം 1 ആവാം. ഇനി n മൈനസ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ n മൈനസ് കെ 0 ആവാം n മൈനസ് കെ 1 ആവാം. ഇത്രയാണ് പോസിബിൾ കേസസ്. പക്ഷെ ഫസ്റ്റ് കേസിൽ k 0 ആവുമ്പോൾ നമ്മുടെ 0 കോഡാണ്, അതിനെ നമ്മൾ MDS കോഡായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. സോ ഈ കേസ് പോസിബിൾ അല്ല. ഇനി k ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് നോക്കിയാൽ മതി, നമ്മുടെ റെപ്പറ്റീഷൻ കോഡാണ്. ഇനി n മൈനസ് കെ 0 ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോൾ സ്പേസ് ആണ്, F2n C ആയിട്ട് വരുന്നതിനാണ്. n മൈനസ് കെ 1 ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ റെപ്പറ്റീഷൻ കോഡിന്റെ പെർപ്പാണ്, പെർപെൻഡിക്കുലർ ഓർത്തോണൽ കോഡാണ്, പെർപ്പ് 1 പെർപ്പാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഈ മൂന്ന് കോഡ്സും ട്രിവിയൽ കോഡ്സ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ അപ്പം ദ ഓൺലി ബൈനറി MDS കോഡ്സ് ആർ ദ ട്രിവിയൽ കോഡ്സ് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.